നിയമലംഘനം തന്നെ നടത്തി സ്വത്തിനും ജീവനെ സംരക്ഷിക്കും ഞങ്ങൾ. ഇത് പിന്നെ ഞങ്ങളുടെ ആരെങ്കിലും ഒരാളെ എടുത്തിട്ടേ അടങ്ങുള്ള രീതിയാണെങ്കിൽ ഇതിന് ഏതർത്ഥത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയമുണ്ട്, ഇതുവരെയൊക്കെ നമ്മൾ ആ നല്ല മര്യാദ തന്നെ ആ ഉത്തരവാദിത്വം അവർക്ക് ഉണ്ടോന്ന് ചോദിക്കും. മുട്ടുനായെന്ന് പറഞ്ഞ് അധികം നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അല്ല ഞങ്ങൾ എന്ത് ചെയ്യണം പിന്നെ? അല്ല ഇവിടുത്തെ ജനം എന്ത് ചെയ്യും? റോഡിൽ കൂടെ നടക്കാൻ പറ്റില്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. തടസ്സം ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞു. അത് 6 വരെ അല്ല മേഡം, നിങ്ങളല്ലേ പറഞ്ഞത് ചെമ്പകപ്പാറയിൽ ഇന്ന് 11:30 മണിക്ക് നിങ്ങളെ കൂടെ വന്നതാ. നമ്മളും 1:30 മണി വരെ ചെമ്പകപ്പാറയിലുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊരു പണിയെടുക്ക്, ഞങ്ങൾ സമയം കുറിച്ച് തരണോ? രാഹുകാലം നോക്കണോ? എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആളുകളെ മുഴുവൻ ഒരു പറ്റ ആളുകളെ മുഴുവൻ പൊട്ടന്മാരാക്കിയിട്ട് മുന്നോട്ട് ലക്ഷോപലക്ഷം ഉറുപ്പ്യ മുടക്കല്ലേ ഇവിടെ. ഏതായാലും ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ജീവനാണ് പൊലിഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് പറയാൻ? നിങ്ങൾ മേഡം സംസാരിച്ച് സാറോട് മറുപടി പറയാ. അല്ല, ഇന്ന് ആനേനെ പിടികൂടണം. തീർച്ചയായും വയനാടിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം ആ ബോഡി മരിച്ചടക്കി. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഖേദകരമായി പറയാനുള്ളത്, ഒരു മരിച്ചടക്ക് നടക്കുമ്പോൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ പോലും ഇന്നലെ പൊതുജനമാകെ നടത്തിയ സമരമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടത്തിയ സമരമാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസറെ പോലും നുള്ളി നോവിച്ചിട്ടൊരു അനുഭവമില്ല. പക്ഷേ ഒരു റീത്ത് വാങ്ങി ആ മൃതശരീരത്തിന് മേൽ വെക്കാനുള്ള മനസാക്ഷി മരവിച്ച ഒരു വകുപ്പായി വനം വകുപ്പ് മാറുന്നെങ്കിൽ മനസാക്ഷി ഉണ്ടാക്കാനുള്ള പ്രവർത്തനം അത് നിയമലംഘനത്തിലൂടെയാണെങ്കിൽ നിയമലംഘനം നടത്തി തന്നെ ഇവനെയൊക്കെ വറുതിക്ക് വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ജനങ്ങളെ വിശ്വസിക്കുക, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുകയാണ്. ഈ നാട്ടിലെ മയക്കുവെടി ദൌത്യം ആരംഭിച്ചു. ഇത്ര നേരമായി ഇതുവരെ കാട്ടാനെ പറ്റി പിടികൂടാനോ മയക്കുവെടി വെച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അങ്ങനെ ആരെങ്കിലും CCF-നോടാണ് ഞാൻ സംസാരിച്ചത്. CCF-ന് ഈ കാര്യമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നീക്കങ്ങൾ നടത്തുകയാണ്, ഞങ്ങൾ കരുനീക്കങ്ങൾ നടത്തുകയാണ്, ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയാണ്, ഞങ്ങൾ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇത്തരത്തിലുള്ള പൊട്ട ന്യായങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വസ്തുതയ്ക്ക് നിരക്കുന്ന ഒന്നും പറയാൻ കഴിയാതെ ഏറ്റവും ഒടുവിലായി വയനാട്ടിലേക്ക് ഏറ്റവും വലിയ കുടിയേറ്റ മേഖലയായ ചേലൂരിലെ മണ്ണുണ്ടിയിലേക്ക് ആനയെത്തിയെന്ന് വാച്ചർമാരുൾപ്പെടെയുള്ള സ്ട്രെങ്ത്തിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് വലിയ അനിശ്ചിതത്വം ഞങ്ങളുടെ മുമ്പിലുണ്ട്. വലിയ കുടിയേറ്റ മേഖലയാ, പാവപ്പെട്ട ആദിവാസി സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ണുണ്ടി. ഇന്ന് രാവിലെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ ഈ ആനയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു മണ്ണുണ്ടിയിൽ നിന്ന്. ആ സമയത്ത് വനം വകുപ്പ് ജീവനക്കാർ ആരും ആ സ്ഥലത്തേക്ക് എത്തിയില്ല. പിന്നീടാണ് എത്തിയത്. ആ ആനയാണ് വീണ്ടും ബാവലിയിലേക്ക് എത്തിയെന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിശദീകരണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഞങ്ങളുടെ കൂടുതൽ ജീവൻ പൊലിയാതിരിക്കാനുള്ള നടപടി സ്വീകരിച്ചത് നിങ്ങളെപ്പോലുള്ള ഇന്ന് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ ചെയ്ത മറ്റിതര ചാനലുകൾ ചെയ്ത മറ്റിതര നമ്മളെ ഈ ഓൺലൈൻ മീഡിയ ചെയ്ത സേവനം പോലും വനം വകുപ്പ് ചെയ്തില്ല. വനം വകുപ്പിന്റെ ദൂർത്താണ് ഇവിടെ നടക്കുന്നത്. ഈ വാഹനം ഉൾപ്പെടെ ഒരു 10 തവണയായി അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ഒരു ആഘോഷമാക്കി വനം വകുപ്പ് മാറ്റുകയാണെങ്കിൽ ആ ആഘോഷത്തിന്റെ മേൽ കരുതലുകൾ പടർത്താൻ ഏത് മാർഗവും വീണ്ടും പറയുന്നു നിയമലംഘനം തന്നെ നടത്തി സ്വത്തിനും ജീവനെ സംരക്ഷിക്കും ഞങ്ങൾ. ആദിവാസികളടക്കം അമ്പും വില്ലും എടുത്ത് ഇതിനെ നേരിടും.